Hi all, welcome to Solo Classroom. It's me Sayuj. നമ്മൾ ഇന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അഥവാ എ സിയും ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആഹ് ഈ സെഷൻ വളരെ ചെറുതാണ്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള മെയിൻ കൺസെപ്റ്റ്സ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് എന്തൊക്കെയാണെന്നും അത് തമ്മിലുള്ള ബന്ധം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി, നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിനകത്ത് എ സി ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഹാഫ് സർക്കിൾ വരുമ്പോഴും എന്താവും, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, എ സി. എന്നാൽ മറിച്ച് ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി എന്ന് പറയുന്നത് നമ്മളെ സാധാ ക്ലോക്കിനകത്തൊക്കെ ഉള്ള ബാറ്ററീസ്, അപ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ആ ഡയറക്റ്റ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററീസ് എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ് മാർക്ക് ചെയ്തതാണ്. അതൊരിക്കലും ചേഞ്ച് ആവില്ല. അതെ, ഒരു പൊളാരിറ്റി, ഒരു ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെർമിനൽ മുതൽ മറ്റേ ടെർമിനൽ വരെ കറണ്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യും. അതാണെന്ത്, ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇവിടെ ഓൾട്ടർനേറ്റീവ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട്, ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ഡി സി സോഴ്സാണ്, നമ്മൾ സാധാ കാണുന്ന ബാറ്ററി. ഇതൊരു എ സി സോഴ്സാണ്, നമ്മളെ ജനറേറ്റർ പോലത്തെ കാര്യങ്ങൾ, എ സി ജനറേറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കാണാം, ഒരു പൊളാരിറ്റിയുടെ പോസിറ്റീവായിട്ടും മറ്റേ പൊളാരിറ്റിയുടെ നെഗറ്റീവായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താ, അതായത് നമ്മൾ സാധാരണ ഒരു ബാറ്ററിയുടെ കേസിൽ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് എടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ഈ പോസിറ്റീവ് ടെർമിനൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഡി സി സോഴ്സിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുക. ഇവിടെയുള്ള ഈ റെസിസ്റ്ററിനെ മൈൻഡ് ചെയ്യേണ്ട, അതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. നമ്മൾ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വരയ്ക്കുമ്പോഴും അത് ചുമ്മാ ഒരു ലൈന് ക്ലോസ് ചെയ്തിടാൻ പറ്റില്ല, അതുപോലെ ഓപ്പൺ ആക്കി ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റർ എപ്പോഴും അവിടെ പ്ലേസ് ചെയ്യും. അതിനപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പറയുന്നത്, ഒരു ഡി സി സോഴ്സ്, ഒരു ബാറ്ററി എപ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് ടെർമിനൽ, ഒരു ടെർമിനൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒരേ ആംപ്ലിറ്റ്യൂഡിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ താഴത്തെ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മാഗ്നിറ്റ്യൂഡ് ഈ ആംഗിളിലാണ്, അതുപോലെ ഇത് ടൈമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് 1 അവർ, അങ്ങനെയൊക്കെ ടൈം പോകുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് പോസിറ്റീവാണ്, ഇവിടെ ശരിക്കും -V ആണ് വോൾട്ടേജ്, അതായത് ഇതിവിടെ 0 ആയിരിക്കും. അപ്പോൾ മുകളിലേക്ക് പോസിറ്റീവും താഴത്തേക്ക് നെഗറ്റീവാണ്. ഓക്കെ, അതായത് ഡയറക്ഷൻ മാറുന്നു അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കോൺസ്റ്റൻ്റായ മാഗ്നിറ്റ്യൂഡിൽ ത്രൂ ഔട്ട് ദ ടൈം ഇതിനിങ്ങനെ എന്ത് ചെയ്യും, ഒരേ കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സോഴ്സ്. എന്നിട്ട് ഇവഞ്ച്വലി അതിപ്പോൾ ഒരു മാസമോ 2 മാസമോ ആണ് ആ ബാറ്ററിയുടെ കപ്പാസിറ്റി എങ്കിൽ, അത് കഴിയുന്നത് വരെ അതിങ്ങനെ ഒരേ അളവിൽ കോൺസ്റ്റൻ്റായ മാഗ്നിറ്റ്യൂഡിൽ കോൺസ്റ്റൻ്റായ ഡയറക്ഷനിൽ ആ 60 ദിവസവും അതിങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഡി സി. മറിച്ച് എ സിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളവിടെ നമ്മളവിടെ ഈ ഒരു മാഗ്നറ്റ് വെച്ചു, അതിൻ്റെ ഇടയിൽ ആർമേച്ചർ കോയിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ, സോ കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ സിയിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ഫുൾ സൈക്കിൾ അല്ലേ, ഈ താഴത്തെ ഗ്രാഫിൽ ഇതിനാണ് നമ്മളൊരു ഫുൾ സൈക്കിളായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഫുൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടെ കണ്ടാൽ 0 സ്റ്റാർട്ട് ചെയ്തിട്ട്
കുറച്ചുകൂടി സൂം ചെയ്യാം. ഇവിടെ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. 0 സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ കൂടി +5 മാക്സിമത്തിലെത്തി. എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞ് വീണ്ടും 0ലേക്ക് +5 വോൾട്ട് 0 വോൾട്ടിലേക്ക് എത്തി. അപ്പം ഈ ത്രൂ ഔട്ട് ടൈമിലുണ്ടല്ലോ അത് ഒരു ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലാക്കിലല്ല മാർക്ക് ചെയ്ത് ഈ ത്രൂ ഔട്ട് ഹാഫ് പീരീഡിൽ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നുണ്ട്. നമ്മൾ ആ കറണ്ടിൻ്റെ ജനറേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർമേച്ചർ കോയിൽ കറക്റ്റ് ഇങ്ങനെ ലൈൻസ് മാഗ്നറ്റിക് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ പാരലലിൽ നിന്ന് കുറച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടി പെർപെൻഡിക്കുലർ എത്തുന്ന സമയത്ത് മാക്സിമം ഈ +5 വോൾട്ടേജ് എത്തി. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരേ ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഹാഫ് സൈക്കിളിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നു. ഓക്കെ, ഇനി തിരിച്ച് അടുത്ത ഹാഫ് സൈക്കിൾ എടുക്കാം. കളർ മാറ്റാം, എടുക്കാം. ഇതാണ് ഇനി അടുത്ത ഹാഫ് സർക്കിൾ. കണ്ട, ഇവിടുന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് വീണ്ടും 0 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൂടി മാക്സിമം എത്തി -5 വോൾട്ടിലേക്ക് എത്തി. ആ മാക്സിമം മൈനസ് നിന്ന് വീണ്ടും തിരിച്ചെന്തായി 0 വോൾട്ടിലേക്ക് എത്തി. അപ്പം ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താവും, നേരെ ഇങ്ങനെ തിരിച്ചു വരും. ഓക്കെ, ഈ കംപ്ലീറ്റ് ഹാഫ് പീരീഡ് എന്ന് പറയാൻ കാരണം ഇതൊരു ഹാഫ് പീരീഡാണ്, ഇത് വേറൊരു ഹാഫ് പീരീഡാണ്. ഓക്കെ, ഈ ഒരു ഹാഫ് പീരീഡിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, 0 വോൾട്ടിൽ നിന്ന് നേരെ -1 വോൾട്ടിലേക്ക് വന്ന് തിരിച്ച് വീണ്ടും കയറി പോകുന്നുണ്ട്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഡയറക്ഷൻ മാറുന്നില്ല. ഇത് തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അടുത്ത സൈക്കിൾ വരുമ്പോൾ വീണ്ടും ഇവിടെ എന്തായി, 0 വീണ്ടും +5 എത്തി തിരിച്ചെത്തി. ഇതേ സർക്കിൾ എന്ത് ചെയ്യും, അടുത്ത സൈക്കിൾ ഇതേപോലെ ഈ ഡയറക്ഷനിലേക്ക് വരും. എന്നിട്ട് അതിൻ്റെ അടുത്ത സൈക്കിളിൽ വീണ്ടും എന്ത് സംഭവിക്കും, ഈ സമയത്ത് വീണ്ടും ഇതേപോലെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്യുന്നത്, ഡയറക്ഷൻ വേരി ചെയ്യുന്നത്, ഈ AC സിഗ്നലിൻ്റെ സൈക്കിൾസ്, ഇതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, 1 പോയിന്റ്. ഇവിടെ ഇപ്പോൾ AC യും DC യും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ഇതെന്താണ്, മാഗ്നിറ്റ്യൂഡാണ്, ഇത് ടൈമാണ്, ഇങ്ങോട്ടേക്ക് ഇത് മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, ഇനി ഞാനൊരു വേവ് വരക്കാൻ പോവാണ്. നോക്കിയോ, ഈ ഒരു വേവ്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ പ്ലേസ് ഇവിടെയാണ്. ഓക്കെ, 0 ആണ്, ഇത് +5 ആണെന്നെടുത്തു, ഇത് -5 ആണെന്നെടുത്തു. ഈ സിഗ്നൽ ഇത് DC ആണോ അല്ലെങ്കിൽ AC ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ, ഇതുകൂടി മനസ്സിലാകുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, AC യും DC യും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസെപ്റ്റ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. That's it. Have a nice day. Bye-bye.